ക്ലബ് ലോകകപ്പ് കലാശപ്പോരിൽ ചെൽസിയുടെ എതിരാളികളെ ഇന്നറിയാം. രണ്ടാം സെമിയിൽ ഇന്ന് സൂപ്പർ പോരാട്ടമാണ്. സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡ് PSG-യെ നേരിടും. വിവരങ്ങളുമായി ഖിലാഫ് അഹമ്മദാണ് ചേരുന്നത്. ഖിലാഫ്, എങ്ങനെയൊക്കെയാണ് പ്രതീക്ഷകൾ? തീർച്ചയായും സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഒരു സൂപ്പർ പോരാട്ടമാണ്. കാരണം തുല്യ ശക്തികൾ തമ്മിലാണ് ഇന്ന് ഏറ്റുമുട്ടുന്നത്. PSG-യും അതേപോലെ തന്നെ റയൽ മാഡ്രിഡും. ഇതിൽ നേരിയ മേൽക്കൈയുള്ളത് PSG-ക്കാണ്. കാരണം ഈ ഒരു സീസണിലുടനീളം 4 കിരീടങ്ങളാണ് PSG നേടിയിരിക്കുന്നത്. ഇതിൽ 2 മേജർ കിരീടങ്ങളും ഉൾപ്പെടും. ലീഗ് 1-ഉം അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗും ഉൾപ്പെടെ നേടിയിട്ടാണ് PSG ഇന്ന് ഈ മത്സരത്തിൽ സെമി പോരാട്ടത്തിന് ഇറങ്ങുന്നത്. ഈ ഒരു സീസണിൽ ഉടനീളം എടുക്കുകയാണെങ്കിൽ PSG-യുടെ മികച്ച പ്രകടനമാണ് സീസണിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റുന്നത്. ഉസ്മാൻ ഡെംബലെ അതേപോലെ തന്നെയുള്ള താരങ്ങൾ മികച്ച പ്രകടനങ്ങളാണ് പുറത്തെടുക്കുന്നത്. മറിച്ച് റയൽ മാഡ്രിഡിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു സീസണിലുടനീളം ഒരു കിരീടമില്ലാതെ സീസൺ വരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കും. സാബി അലോൻസോയുടെ കീഴിലെത്തിയ ഈ ഒരു സീസണിൽ ഇതുവരെ ഒരു കിരീടം നേടാൻ സാധിച്ചിട്ടില്ല റയൽ മാഡ്രിഡിന്. എന്നാൽ ക്ലബ് ലോകകപ്പിലേക്ക് വരികയാണെങ്കിൽ സാബി അലോൻസോയുടെ കീഴിലായിരുന്നു ആദ്യ മത്സരം തന്നെ തുടങ്ങിയത്. സാബി അലോൻസോ പരിശീലകനായിട്ടുള്ള ആദ്യ മത്സരത്തിൽ വിജയത്തോടെ തുടങ്ങി. പിന്നീട് ഈ ഒരു ക്ലബ് ലോകകപ്പിലുടനീളം മികച്ച പ്രകടനമാണ് റയൽ മാഡ്രിഡ് കാഴ്ചവെക്കുന്നത്. ഇതിൽ ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സീസണിൽ എംബാപ്പെ അതേപോലെ തന്നെ PSG-യും തമ്മിൽ മികച്ച ഒരു പോരാട്ടമായിരിക്കും ഇന്ന് ഏറ്റവും പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. കാരണം PSG-യിൽ നിന്ന് വന്നതിന് ശേഷം റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയതിന് ശേഷം ആദ്യ മത്സരമാണ് PSG-ക്കെതിരെ എംബാപ്പെ കളിക്കുന്നത്. ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ടത് എംബാപ്പെ അതേപോലെ തന്നെ PSG പോരാട്ടമായിരിക്കും. സീസണ് ഈ റയൽ മാഡ്രിഡിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സീസൺ ഒരു കിരീടത്തോട് അവസാനിപ്പിക്കാനായിരിക്കും. സാബി അലോൻസോയുടെ കീഴിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന റയൽ മാഡ്രിഡിന് ഈ ഒരു സീസണിൽ മികച്ച തുടക്കം തന്നെ ആയിരിക്കണമെന്ന ലക്ഷ്യം. മറിച്ച് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് PSG-യും അതേപോലെ തന്നെ എംബാപ്പയും പോരാട്ടമായിരിക്കും ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട മറ്റൊരു പോര്. എന്നിരുന്നാലും ക്ലബ് ലോകകപ്പിൽ നമ്മൾ ആവേശത്തോടെ കാണുന്ന ആരായിരിക്കും ഇന്ന് മത്സരം വിജയിച്ച് ചെൽസിയുടെ എതിരാളികളാവുക, കലാശപ്പോരിലേക്ക് ആരെത്തും എന്നൊരു ആകാംക്ഷയിലാണ് ഫുട്ബോൾ ലോകം. സ്വാതി. ശരി ഖിലാഫ്.